ആരാണ് നമ്മൾ? ദൈവത്തിൻ്റെ ഏറ്റവും ബുദ്ധിപൂർണമായ സൃഷ്ടി, ഹോമോ സാപ്പിയൻസ് എന്ന് വിളിപ്പേരുള്ള മനുഷ്യൻ. ജനിതകമായി 46 ക്രോമോസോമുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഉയർന്ന തല ജീവജാലം. നമ്മുടെ പ്രത്യേകതകൾ നിരീക്ഷിച്ചാൽ 2 കാലിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, നിവർന്നു നിൽക്കാനുള്ള കഴിവ്, കൈകൾ കൊണ്ട് പണിയെടുക്കാനും ആയുധങ്ങൾ നിർമ്മിക്കാനുമുള്ള കഴിവ്, ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം, പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ മനുഷ്യരാശിക്ക് ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ മറ്റു ജീവജാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ച ആ ശക്തി അത്ര മണ്ടനല്ല എന്ന് സാരം. അപ്പോൾ നമ്മുടെ കഥയെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിക്കാം. 1-ാം ഭാഗം മനുഷ്യനെ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. 2, നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളുടെ കഴിവുകളെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാം. 3-ാമത്തെ ലക്ഷ്യം, കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് സയൻസിന് വിരുദ്ധമായി മനസ്സിലാക്കാം. അമാനുഷിക ശക്തികൾ, ടെലിപ്പതി, റിമോട്ട് വ്യൂയിങ്, ടെലിപ്പോർട്ടേഷൻ, സൈക്കിക് കഴിവുകൾ എന്നിവയെപ്പറ്റിയുള്ള ഒരു പഠനം. അവസാനമായി ബ്ലാക്ക് ടെക്നോളജി എന്ന വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാം. പൊതുവെ സാധാരണ മനുഷ്യർക്കറിയാത്ത ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് ചുറ്റിലും രഹസ്യമായി നടക്കുന്നുണ്ട്.